അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച. എല്ലാ രാജ്യങ്ങളുമായും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയമെന്നും ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായും ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഹൈക്കോടതി. കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കോടതി ചോദിച്ചു. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലേയെന്നും മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോയെന്നും കോടതി ചോദിച്ചു. ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ ഏത് കൊമ്പത്തെ വമ്പനായാലും നടപടിയെടുക്കുമെന്ന് മുൻ സാംസ്കാരിക മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലൻ. റിപ്പോർട്ട് പുറം ലോകം കാണണമെങ്കിൽ കോടതി ഇടപെടണമെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയതിനപ്പുറം സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും സർക്കാരിന് പരിമിതികളുണ്ടെന്നും ബാലൻ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ WCCയും ഉയർത്തിയെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്നും VD സതീശൻ പറഞ്ഞു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും രാഷ്ട്രീയമായല്ല സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്നും നിയമ നടപടികൾ സ്വീകരിക്കാൻ തടസ്സമില്ലെന്നും മന്ത്രി KN ബാലഗോപാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗവൺമെന്റിന് കൃത്യമായ നിലപാടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് സർക്കാർ പിടിച്ചുവച്ചതല്ലെന്നും പുറത്തുവിടുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരാതിയില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാമെന്ന മന്ത്രി ബാലഗോപാലിന്റെ പരാമർശത്തെ തള്ളി വനിതാ കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി വ്യക്തമാക്കിയത്. ആധികാരികമായ പരാതി വേണമെന്നും പരാതിയില്ലാതെ പോലീസിന് കേസെടുക്കാൻ കഴിയില്ലെന്നും പരാതി കൊടുക്കാൻ തയ്യാറായാലേ നടപടിയെടുക്കാൻ കഴിയൂവെന്നും വനിതാ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കി. ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച് മലയാള സിനിമ പൊതുസമൂഹത്തിനു മുന്നിൽ അപഹാസ്യമായി കൊണ്ടിരിക്കുകയാണെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ്. ഈ അവസ്ഥ വന്നുചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട്. ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറിയുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൌനം പാലിക്കുന്നത് ആർക്കുവേണ്ടിയാണെന്നും ഇതിനർത്ഥം എല്ലാ സംഘടനകളിലും പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം ഉണ്ടെന്നല്ലേ എന്നും സാന്ദ്ര തോമസ് ചോദിച്ചു. ജനത്തെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വേദിയിലാണെങ്കിലും പുറത്താണെങ്കിലും പൊതുസമൂഹം പ്രതികരിക്കണമെന്ന് ഇടത് MLA KT ജലീൽ. മലപ്പുറം SP S ശശിധരനെതിരെ പൊതുവേദിയിൽ നടത്തിയ വിമർശനത്തിലും തുടർന്നുണ്ടായ വിവാദത്തിലും PV അൻവർ MLAയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ജലീലിന്റെ പ്രതികരണം. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഭൌമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം 2 റിപ്പോർട്ടുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ചു. പുനരധിവാസത്തിനായുള്ള സ്ഥലങ്ങളും ദുരന്ത മേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയത്.
പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയാണ് ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയത്. ജോൺ മത്തായി നൽകിയ റിപ്പോർട്ട് വിലയിരുത്തുന്ന 5-അംഗ ഉന്നതാധികാര സമിതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. വയനാട്ടിലെ പുനരധിവാസം പാളിയെന്നും താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്ന് സ്ഥലം വിട്ടുവെന്നും വയനാട്ടിൽ ഉള്ളത് മന്ത്രി കേളു മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണെന്നും ഫോട്ടോഷൂട്ടിൽ മാത്രമായിരുന്നു അവർക്ക് താൽപര്യമെന്നും പ്രധാനമന്ത്രി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനും നന്ദിയുണ്ടെന്ന് കഴക്കൂട്ടത്ത് നിന്നും കാണാതായ 13-കാരിയുടെ മാതാപിതാക്കൾ. കുട്ടി വന്നതിന് ശേഷം അസമിലേക്ക് തിരിച്ചു പോകുമെന്നും അവർ അറിയിച്ചു. അതേസമയം അസം സ്വദേശിയായ 13 വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാൻ കഴക്കൂട്ടത്തു നിന്നും വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ തിരിച്ചുകിട്ടാൻ സഹായകമായത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോഡിംഗ് വിദ്യാർത്ഥിയായ ബബിത ട്രെയിനിൽ നിന്നെടുത്ത കുട്ടിയുടെ ഫോട്ടോ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരുമൊത്ത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തപ്പോഴാണ് ബബിത ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധിച്ചതും ഫോട്ടോയെടുത്തതും. കുട്ടിയുടെ ഫോട്ടോ എടുക്കണമെന്ന് വെറുതെ തോന്നിയതാണെന്നും വേറെ കമ്പാർട്ട്മെന്റിൽ ബന്ധുക്കളുണ്ടെന്നും അവരോട് പിണങ്ങി മാറിയിരിക്കുകയുമാണ് കുട്ടി എന്നുമാണ് കരുതിയതെന്നും ബബിത പറഞ്ഞു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് വ്യാജ ബോംബ് ഭീഷണി. സംഭവത്തിൽ അന്വേഷണം പോലീസ് ഏറ്റെടുത്തു. വിമാനത്തിന്റെ ശുചിമുറിയിലാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. യാത്രക്കാരെ ഇറക്കിയ ശേഷമായിരുന്നു പരിശോധന. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ഇരയുടെ കുടുംബം. 3 വർഷം കഴിഞ്ഞിട്ടും നീതിക്കായി കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പുനർവിചാരണയ്ക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇനിയും സർക്കാർ നിയമിച്ചിട്ടില്ല. പ്രതി ചേർക്കപ്പെട്ട അർജുനെ തെളിവുകളുടെ അഭാവത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കേസിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കാട്ടാക്കടയിലെ KSRTC റിട്ടയർഡ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ഹൈക്കോടതിയിലെ KSRTC അഭിഭാഷകനെ തുറന്ന കോടതിയിൽ വിളിച്ചുവരുത്തി പെൻഷൻ എന്തുകൊണ്ട് നൽകിയില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു. 2 ദിവസത്തിനകം പെൻഷൻ നൽകാൻ നടപടിയെടുക്കും എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത്. പെൻഷൻ നൽകുന്നതിൽ വീഴ്ച ഇനി ആവർത്തിക്കരുതെന്ന് കോടതി പറഞ്ഞു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായ മുൻ SFI നേതാവ് കെ വിദ്യയ്ക്ക് PhD പഠനം തുടരാൻ തടസ്സമില്ലെന്ന് കാലടി സർവകലാശാല നിയമിച്ച ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകി. വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിനും സംസ്കൃത സർവകലാശാലയിലെ PhD പഠനത്തിനും തമ്മിൽ ബന്ധമില്ലെന്നാണ് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ. സർവകലാശാലയ്ക്ക് പുറത്തു നടന്ന സംഭവത്തിന്റെ പേരിൽ വിദ്യയുടെ ഗവേഷണ പഠനം തടയേണ്ടതില്ലെന്നും സിൻഡിക്കേറ്റ് ഉപസമിതി നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴക വെട്രി കഴകം രാഷ്ട്രീയ പാർട്ടിക്ക് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാക അവതരിപ്പിച്ച് തമിഴ് സൂപ്പർ താരം വിജയ്. ഇന്ന് രാവിലെ ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് വിജയ് പതാക അവതരിപ്പിച്ചത്. ജനാധിപത്യം, മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കണമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും മതസൌഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്രി കഴകം നിലകൊള്ളുമെന്നും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് വിശദമാക്കുന്നു. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള സെൻസസ് അടുത്ത മാസം ആരംഭിച്ചേക്കും. സെൻസസ് പൂർത്തിയാക്കാൻ 18 മാസം വേണ്ടിവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2026 മാർച്ചിൽ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.
കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് പ്രതിഷേധിക്കുന്നവർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് സുപ്രീംകോടതി. ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കാത്തതുമൂലം സാധാരണക്കാരാണ് ബുദ്ധിമുട്ടുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം. അതേസമയം ആർജിക്കർ ആശുപത്രിയിലെ റെസിഡന്റ് ഡോക്ടർമാർ ഇപ്പോഴും ഭീതിയിലാണെന്ന് അവർക്കുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക ഗീത് ലുത്ര പറഞ്ഞു. ഭർത്താവിൽ നിന്ന് പ്രതിമാസം 6 ലക്ഷം രൂപ ജീവനാംശം ആവശ്യപ്പെട്ട സ്ത്രീക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്രയും തുക ഒരാൾക്ക് ഒരു മാസം ചെലവിന് വേണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നായിരുന്നു കർണാടക ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയുടെ വാക്കുകൾ. പ്രതിമാസം ന്യായമായ തുക ആവശ്യപ്പെടുകയാണെങ്കിൽ ഹർജി പരിഗണിക്കാമെന്നും അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും കോടതി ഹർജിക്കാരിയുടെ അഭിഭാഷകനോട് വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ മരുന്നു നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 17ആയി. 41 പേർക്ക് പരിക്കേറ്റു. അനകപ്പള്ളി ജില്ലയിലെ അച്യുതപുരത്തുള്ള എസൻഷ്യ അഡ്വാൻസ്ഡ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. പേടിഎമ്മിന്റെ സിനിമ ഇവന്റ് ടിക്കറ്റിംഗ് സേവനമായ ടിക്കറ്റ് ന്യൂവിനെ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ ഏറ്റെടുക്കുന്നു. 2048 കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കലെന്നാണ് റിപ്പോർട്ടുകൾ. ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള ആഗോള ഇ കൊമേഴ്സ് ഭീകരന്മാരുടെ വിലനിർണ്ണയ കച്ചവട തന്ത്രങ്ങൾ തദ്ദേശ വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ വേണ്ട ഒരു മഹത്തായ സേവനമോ മഹത്തായ നിക്ഷേപമോ അവർ നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാലൻസ് ഷീറ്റിൽ നഷ്ടം കാണിക്കുന്നത് ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ വില കുറച്ച് വിപണി പിടിക്കാനുള്ള തന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അത് രാജ്യത്തിന് നല്ലതല്ലെന്ന് മാത്രമല്ല കോടിക്കണക്കിന് വരുന്ന തദ്ദേശ വ്യവസായങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നതുമാണെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 24 മണിക്കൂറിനുള്ളിൽ സിൽവർ ഗോൾഡൻ ബട്ടണുകൾ സ്വന്തമാക്കി റെക്കോർഡിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ UR ക്രിസ്ത്യാനോ എന്ന യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ അതിവേഗം ഈ നേട്ടം സ്വന്തമാക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1 കോടി സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ യൂട്യൂബറുമായി. എക്സിൽ 11.25 കോടി പേരാണ് റൊണാൾഡോയെ പിന്തുടരുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ 17 കോടിയും ഇൻസ്റ്റഗ്രാമിൽ 63.6 കോടി പേരും റൊണാൾഡോയെ പിന്തുടരുന്നവരാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.